ഏറ്റവും ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി എന്ന് ഞാൻ നിങ്ങൾക്ക് 100% അഷുറൻസ് തരാണ്. കാര്യം അമ്മാതിരി ടേസ്റ്റ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റുള്ള റംബുട്ടാനാണത്. രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഓരോ മനുഷ്യനും ഓരോ കഥകളാന്ന് പറയത്തില്ലേ, അതുപോലെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവരുടെ സങ്കടങ്ങൾ പുറത്തു വരുന്നത്. എനിക്കൊരു മാനസികത്തിന് തോന്നുന്നു. ചേട്ടനെ വയ്യാതിരിക്കുന്ന സ്വന്തമായി കൊണ്ടാടുന്നത് കൊണ്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പൊ അദ്ദേഹം തുടങ്ങി വെച്ച ഒരു ചെറിയൊരു പ്ലാനാണിത്. അപ്പൊ അതെന്തായാലും നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ? നമ്മുടെ കാര്യം ഭയങ്കര ടേസ്റ്റ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. ഇത് വരിക്കയും കൂഴയൊക്കെ ഉണ്ടല്ലോ, രണ്ട് സൈസ്. ഏത് വീട്ടിൽ പോയാലും നെറ്റിട്ട് ഇങ്ങനെ മൂടി നിൽക്കുന്ന റംബുട്ടാൻ മരങ്ങളാണ് കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ഉള്ളത് പത്തനംതിട്ട വേണാട് ജംഗ്ഷനിലാണ്. നമുക്കറിയാം ഇപ്പൊ റംബുട്ടാന്റെ സീസൺ ആണ് അല്ലെ. ഈ ഒരു മഴക്കാലത്ത് റംബുട്ടാൻ ഇങ്ങനെ ഓരോ വീടുകളും, പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെ ഒക്കെ ഇടയ്ക്കുള്ള അടൂര് ആ ഭാഗങ്ങളിലൊക്കെ നിറയെ എല്ലാ വീടുകളിലും ചക്ക പോലെ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഏത് വീട്ടിൽ പോയാലും നെറ്റിട്ട് ഇങ്ങനെ മൂടി നിൽക്കുന്ന റംബുട്ടാൻ മരങ്ങളാണ് കാണുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് റോഡ് സൈഡിൽ ഒരു ചേട്ടനും ചേച്ചിയും കൂടെ നല്ല കിഡിലെ റംബുട്ടാൻ ഇങ്ങനെ വിൽക്കുകയാണ്. ഇത് മഹേഷ് ചേട്ടനെ ബിന്ദു ചേച്ചിയാണ് ഇപ്പൊ കൂടെ ഉള്ളത്. നമസ്കാരം. നിങ്ങൾ അടുത്ത് തന്നെയാണോ ഇവിടെ? പത്തനംതിട്ടയിലാണ്, റാന്നിയിലാണല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ റോഡിൽ സ്ഥിരമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാം? എന്ത് പറ്റി? ബ്ലോക്ക് ഉണ്ട്, അങ്ങനെ വേറെ പണി, നഴ്സറി പണിയായിരുന്നു. അതിനൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു മേഖലയിൽ ഇറങ്ങി നിൽക്കുക. അപ്പൊ നമുക്കറിയാം റംബുട്ടാന്റെ സീസണാണ്. റംബുട്ടാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കച്ചവടം നടക്കുന്ന ഒരു സമയമാണ് അല്ലേ? എന്തൊക്കെ വെറൈറ്റീസിലുള്ള റംബുട്ടാനല്ലേ? ഇപ്പൊ നമ്മുടെ റംബുട്ടാൻ ഏതാണ് ഐറ്റം? ഇത് ഓക്കെ, നമ്മുടെ നാടൻ റംബുട്ടാനാണിത്. ഈ റംബുട്ടാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്ത് കയ്യിൽ ഇങ്ങനെ വെച്ചിരിക്കുവായിരുന്നു. കുറച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഇവരുമായിട്ട് സംസാരിക്കാൻ ഒരു ചാൻസ് വന്നത്. അപ്പം ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ? നമ്മുടെ കാര്യം ഭയങ്കര ടേസ്റ്റ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. ഇത് വരിക്കയും കൂഴയൊക്കെ ഉണ്ടല്ലോ, രണ്ട് സൈസ്. അത് തോട് പൊട്ടിക്കുമ്പോ തന്നെ അറിയാം, നമുക്ക് കാണാം. എന്തായാലും തോടൊക്കെ പൊട്ടിച്ച് നോക്കാം. അപ്പൊ വീട്ടിലാരൊക്കെയുള്ള? വീട്ടില് മോളുണ്ട്, മോനുണ്ട്, ഉണ്ടല്ലേ? നിങ്ങൾ രാവിലെ തൊട്ട് ഇങ്ങനെ ഫുള്ള് ഇത് തീരുന്നത് വരെ ഇരിക്കും. 5-6 മണി വരെ ഇരിക്കും. തീരുന്നത് വരെ എന്ന് വെച്ചാൽ ഇവിടെ നന്നായിട്ട് കച്ചവടം നടക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ അമ്മാതിരി ടേസ്റ്റ് ഉള്ള. ഇത് നിങ്ങളുടെ പാടത്തെയാണോ? അത് എങ്ങനെ? പുറത്തുനിന്ന് എടുത്ത് കച്ചവടം ചെയ്യുന്നതാണ്. ഇവിടെ ഒന്നും പിന്നെ പറയേണ്ട കാര്യമില്ല, എല്ലാ വീട്ടിലും നമ്മുടെ പത്തനംതിട്ട മേഖലയിലൊക്കെ എല്ലാ വീട്ടിലും ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചെറിയ മരമാണ്. കാര്യം എല്ലാ സീസണും, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം വരെ നല്ല കിടിലമായിട്ട് എന്താ പറയാ വിളവെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം നമ്മുടെ റംബുട്ടാൻ തന്നെയാണ്. ഈ റംബുട്ടാന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ വഴിയോരത്തിലെല്ലാം കച്ചവടമുണ്ട്. പക്ഷെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചില ആൾക്കാരെ നമ്മൾ കണ്ടെത്തുമല്ലോ. അങ്ങനെയാണ് ഈ ചേട്ടനെയും ചേച്ചിയും കണ്ടെത്തിയത്. അപ്പൊ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ, ആ ചേട്ടൻ ഒരു മേസ്ത്രി ആയിരുന്നു, അദ്ദേഹത്തിന് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, വയ്യായികയൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം തുടങ്ങി വെച്ച ഒരു ചെറിയൊരു പ്ലാനാണിത്. അപ്പൊ അതെന്തായാലും നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ഇവിടെ റംബുട്ടാന് ഭയങ്കര ടേസ്റ്റ് ആണ്. ഇതുവഴി പോകുന്നവർ, അതായത് പത്തനംതിട്ട വഴി പാസ് ചെയ്ത് പോകുന്നവർ നമ്മുടെ ഈ റാന്നിക്ക് അടുത്തായിട്ട് വേണാട് ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവരെ കാണാൻ പറ്റും. ഇവരുടെ കയ്യിൽ നിന്ന് എന്തായാലും മേടിക്കാൻ മറക്കരുത്. ഇത് നല്ല റംബുട്ടാനാ, നാടൻ സാധനം. ചെറിയ തോടിനൊക്കെ കണ്ട ഭയങ്കര നേർത്ത ഒരു തോടാണ് അല്ലേ? ഒന്ന് കാണിച്ചു കേട്ടോ, കണ്ടോ? നേർത്ത തോടാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് നല്ല വലിയ ഇതാ വരുന്നത്, കണ്ടോ? നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ? രക്ഷയില്ലാത്ത ടേസ്റ്റ്. ചേച്ചി കൂടെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ചേട്ടനെ? ചേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങി എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു മാനസികത്തിന് തോന്നുന്നു. ചേട്ടനെ വയ്യാതിരിക്കുന്ന സ്വന്തമായി കൊണ്ടാടുന്നത് കൊണ്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പം പിന്നെ വെളിയിലും കൂടെ എടുത്തോണ്ട് സങ്കടം വരുന്നേ അവസ്ഥകളാണ്, ഓരോ മനുഷ്യന്റെ അവസ്ഥകളാണ്. അത് പറയുമ്പോഴത്തേക്ക് സങ്കടമായി പോണ. ചേട്ടന് ശരിക്കും ആ ജോലിക്കൊക്കെ പോകാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെയാണല്ലേ? എനിക്കാണെങ്കിൽ സ്ട്രോക്ക് വന്നത്, സ്ട്രോക്ക് വന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ഇതിവിടെ പത്തനംതിട്ടയാണ് ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. നമ്മള് ഓരോ മനുഷ്യരുടെ അടുത്ത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ വഴിയിൽ പോകുന്ന ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ മനുഷ്യനും ഓരോ കഥകളാന്ന് പറയത്തില്ലേ? അതുപോലെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവരുടെ സങ്കടങ്ങൾ പുറത്തു വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എവിടേക്കും ഭയങ്കര സങ്കടവും കൂടി തോന്നുന്നുണ്ട്. ആ ചേച്ചി ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു. ചോദിച്ചപ്പോൾ ആ ചേച്ചി ഒത്തിരി വിഷമത്തിലാണ്, ബുദ്ധിമുട്ടൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അവിടെ ആകെ ഒരു
ഇപ്പൊ കാണുന്ന ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇത് വിറ്റ് ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു വരുമാനമാണ്. അതുകൊണ്ട് ഇതുവഴി പോകുന്നവർ, അതായത് പത്തനംതിട്ട റാന്നിയിലൂടെയൊക്കെ പാസ് ചെയ്യുന്നവർ ഈ പറഞ്ഞ വേണാട് ജംഗ്ഷനിലെത്തിയാണെങ്കിൽ ഇവർ രണ്ടുപേരുടെ അടുത്തുനിന്ന് വാങ്ങാൻ മറക്കണ്ട. ഇവിടെയൊക്കെ ഉള്ളവരാണ്, അതായത് പത്തനംതിട്ട ജില്ലയിൽ ഇവരെ കാണാനോ അവരെ നേരിട്ടൊക്കെ കാണുന്ന ഈ ഇത്രയും ടേസ്റ്റ് ഉള്ള, കാരണം ഞാൻ ഇതുവരെ കഴിച്ച റംബുട്ടാനിൽ ഏറ്റവും ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി എന്ന് ഞാൻ നിങ്ങൾക്ക് 100% അഷുറൻസ് തരാണ്. കാര്യം അമ്മാതിരി ടേസ്റ്റ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റുള്ള റംബുട്ടാനാണത്. അത് ഞാൻ 100% ഉറപ്പ് തരുന്നത് കൊണ്ടാണ്. ഇവരിൽ നിന്ന് നിങ്ങൾ ഇത് ബൾക്കായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനസ്.